ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പ്രഗ്നൻസിയിൽ ആദ്യത്തെ 3 മന്ത് ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചതെന്നും ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു മാസം മിസ്സായിട്ടുണ്ടാവും. കാരണം മിക്കവരും 2 മന്ത് ആകുമ്പോഴായിരിക്കും ഇത് അറിയുന്നത് തന്നെ. ഇതറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം. ഡോക്ടർ അപ്പോൾ നമുക്ക് ഫോളിക് ആസിഡും വൈറ്റമിൻസ് ടാബ്ലറ്റൊക്കെ തരും. ഇത് നമ്മുടെ കുട്ടിക്കുണ്ടാകുന്ന ബർത്ത് ഡിഫെക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പിന്നെ മിക്കവർക്കുള്ള ഡൗട്ടാണ് ആദ്യത്തെ 3 മാസം ബെഡ് റെസ്റ്റ് എടുക്കണോ, ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഡോക്ടർ റെസ്റ്റ് പറയാത്തവർക്ക് നോർമൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. പക്ഷെ ഓടാനും ചാടാനൊന്നും പറ്റില്ല, വെയിറ്റ് എടുക്കാനും പാടില്ല. അല്ലാതെയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഹൈ റിസ്ക് പ്രഗ്നൻസി, ബ്ലീഡിങ്, അബോർഷൻ തുടങ്ങിയവ ഉള്ളവർ നിർബന്ധമായും ഡോക്ടർ പറയുന്നത് പോലെ ബെഡ് റെസ്റ്റ് തന്നെ എടുക്കേണ്ടതാണ്. പിന്നെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ കുണ്ടും കുഴികളും ഉള്ള വഴികളിലൂടെയൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ മാക്സിമം ട്രാവൽ ഒഴിവാക്കാനും റെസ്റ്റ് എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു ജീവൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അതുപോലുള്ളൊരു ഡൗട്ടാണ് നമ്മൾ എങ്ങനെയാണ് കിടക്കേണ്ടത്, ചരിഞ്ഞ് കിടക്കണോ എന്നുള്ളത്. എന്നാൽ ആദ്യത്തെ 3 മാസം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം, ചരിഞ്ഞ് തന്നെ കിടക്കണമെന്നില്ല. പിന്നെ ചിലർക്ക് വയറുവേദന ഉണ്ടാകാറുണ്ട്, അതോർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ഡോക്ടറോട് ഇൻഫോം ചെയ്താൽ മതി. എനിക്കും വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് നമ്മുടെ യൂട്രസ് വലുതാവുന്നതിൻ്റെ എന്നാണ്. പിന്നെ നിങ്ങൾ മാക്സിമം ഡെയിലി 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഇത് ചിലർക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം പ്രഗ്നൻസി സിംറ്റംസ് ആയ ഓക്കാനം, ഛർദ്ദൽ, തലകറക്കം, ക്ഷീണം എന്നിവയ്ക്കും ഉണ്ടാകും. എന്നാലും വെള്ളം കുടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എനിക്ക് 5 മന്ത് വരെ ഛർദ്ദലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ 3 മന്ത് നല്ലപോലെ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം ഞാൻ എന്ത് കഴിച്ചാലും കുടിച്ചാലും ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏത് നേരവും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാനും ട്രിപ്പ് ഇടാനുമേ സമയമുണ്ടായിരുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രമിക്കുക. പിന്നെ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാൻ. മാക്സിമം പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഫുഡ് പോയ്സൺ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് നെഞ്ചിരിച്ചിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവർ എരിവും പുളിയും എണ്ണയും ഒക്കെ കുറച്ച് ഉപയോഗിക്കുകയും ഫുഡ് കഴിച്ചാൽ ഉടൻ കുറച്ച് നേരം നടക്കാനും ശ്രമിക്കുക. ഇത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് നേരം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ചിലർക്ക് ഇങ്ങനെയുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ, ചിലർക്ക് ഇങ്ങനത്തെ സിംറ്റംസും ഉണ്ടാവില്ല. അയ്യോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഇല്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. കാരണം ഈ സിംറ്റംസ് ആർക്കും വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറൊന്നുമല്ല, വന്ന് അതിനെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹസ്ബൻഡിന് വരെ നമ്മൾ പ്രാഗിപ്പോകും. ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഡൗട്ട് ഓർത്തത്. മിക്ക പ്രഗ്നൻറ്റ് ലേഡീസുകൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും ഇത്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഹസ്ബൻഡുമായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഡൗട്ട് നമുക്ക് ഡോക്ടറോടും ചോദിക്കാൻ ചിലർക്ക് മടിയായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ആദ്യത്തെ 3 മന്ത് നമ്മളിത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതും. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇത് മിക്ക ഡോക്ടേഴ്സും പറയും. ചില ഡോക്ടേഴ്സ് ഇത് പറയാൻ മറന്നു പോകുന്ന കാര്യമായിരിക്കും. പക്ഷെ നമ്മളൊരു മടിയും കൂടാതെ ഡോക്ടറോട് ഇത് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിയിൽ ഇത് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ എൻ്റെ ആദ്യത്തെ 3 മാസം ശ്രദ്ധിച്ചത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയുമുള്ള ഇതുപോലെയുള്ള ഇൻഫോർമേഷൻ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.